ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കല്ലടിക്കോട് ശ്രീ ആട്ടുശ്ശേരി അയ്യപ്പൻകാവിൽ താലപ്പൊലിയോടനുബന്ധിച്ച് കുറേ ദിവസത്തെ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി എല്ലാവരും പാടായിട്ട് ഇന്ന് നൃത്തങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഇന്നത്തെ പരിപാടി നൃത്തങ്ങളാണ്. അപ്പം അത് കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. നിറയെ കച്ചവടക്കാരും അതുപോലെ തന്നെ നിറയെ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഫുൾ കണ്ടോ, അമ്പലം മൊത്തം ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. 8 ദിവസത്തെ പരിപാടിയാണ് ഇപ്രാവശ്യം ഉള്ളത്. അപ്പുറത്തെ സൈഡൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിന്റെ കുറച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു വരികയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും നടന്നു വരികയാണ്. കുട്ടികൾ അവിടെയൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. എന്താ വെച്ചാൽ കളിപ്പാട്ടം മേടിക്കണം, പിന്നെ ഐസ്ക്രീം മേടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ. ഞങ്ങൾ പോയപ്പോഴേക്കും അത്യാവശ്യം നിറയെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ ചെയറുകളൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ തിരുവാതിരക്കളി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ബാക്കിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിനെയൊക്കെ പോയി കുറേ ലൈറ്റ് അറേഞ്ച്മെന്റും മറ്റു സംഭവങ്ങളൊക്കെ കണ്ട് കുറേ നേരം അത് കൂടെയൊക്കെ കറങ്ങി അടിച്ചു കേട്ടോ. പിന്നെ ഇന്ന് ശ്രീ കുറുമ്പ പറഞ്ഞിട്ടൊരു ടീമിന്റെ കൈകൊട്ടിക്കളിയായിരുന്നു. അവരുടെ 2-3 ഐറ്റം കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ കുറേ നൃത്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികളുടെയൊക്കെ. അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെയർ കിട്ടി കേട്ടോ. ആദ്യം ഒരു ചെയർ കിട്ടി. അപ്പോൾ അതിൽ 2 കുട്ടികളെ നിർത്തിട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഞങ്ങൾക്ക് ഒരു ചെയർ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റൊക്കെ ആയി കേട്ടോ. അത് അപ്പോഴേക്കും അടുത്ത കൈകൊട്ടിക്കളി തുടങ്ങി. അത് കുറച്ചു നേരം ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കൈകൊട്ടിക്കളിയൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അവരിരുന്ന് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ക്ലാസിക്കൽ ഡാൻസുകളും ഉണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ അവരുടെ വേഷങ്ങളും അതുപോലെ തന്നെ ഓരോ ക്ലാസിക്കൽ ഡാൻസും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇതൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ കുറച്ച് നേരം ആയപ്പോൾ തന്നെ വാശി പിടിക്കാൻ തുടങ്ങി കേട്ടോ. പോവാ പറഞ്ഞിട്ട് ഒരു 9 മണി 9:30 വരെയൊക്കെ ആയിരുന്നു സമയം. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ശരി എന്നാൽ മെല്ലെ പോവാ പറഞ്ഞപ്പോഴേക്കും നോക്കുമ്പോഴേക്കും പിന്നെയും നല്ല നല്ല ഡാൻസുകൾ. അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അവർക്ക് ഓരോ പാട്ട് കേട്ടപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടി ഇരിക്കാൻ തോന്നി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു കുട്ടികളുടെ തിരുവാതിരക്കളിയും കൂടി ഉണ്ടായിരുന്നു, അതും കണ്ടു കേട്ടോ. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അവർക്ക് കടല വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ശരി എന്നാൽ പോകുമ്പോൾ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. കളിപ്പാട്ടം വേണമെന്ന്. പിന്നെ എന്താ ഇന്ന് തന്നെ കളിപ്പാട്ടം മേടിച്ചു കൊടുത്ത് ശരിയാവില്ലല്ലോ. ഇനിയും കുറേ ദിവസങ്ങൾക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ വന്നാലോ പറഞ്ഞിട്ട് പിന്നെ അവരുടെ കണ്ണുപൊടി ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ മടങ്ങിയിട്ടോ അവിടുന്ന്. പിന്നെ എല്ലാ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ മടങ്ങി വരേണ്ട ടൈമായി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.